കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ഫലേഷു കഥാചനാണ്. അതിൻ്റെ അർത്ഥം കോരന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം നിനക്ക് കർമ്മം ചെയ്യാനല്ലാതെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് കളച്ചോ, വൈകുന്നേരം വരെ കളച്ചോ, ഞാൻ കൂലി തരില്ല. കാരണം കൂലി തരാൻ പാടില്ല, ഭഗവാൻ അതിന് അനുകൂല. കാവി ചുറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വാവുകളെ. സിനിമ പാട്ട് ഇങ്ങനെ കേട്ട് പോയിട്ടുണ്ടാവും. കാവി ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ബ്രാഹ്മണ മതത്തിൻ്റെ ആയുധമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് യഥാർത്ഥ ഇന്ത്യൻ മനസ്സിനെ മറച്ചു വെച്ചു. എൻ്റെ നാട്ടിലൊരു പുരോഗമനവാദിയായ നമ്പൂതിരി പാടത്തൊക്കെ പോയി പണിക്കാരോടൊക്കെ ചോദിക്കും, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. ഒരിക്കൽ കോരൻ കിളച്ചോണ്ട് വെക്കുമ്പോൾ കോരൻ്റെ അടുത്ത് പോയി, കോര നീ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കോരൻ സ്കൂളിൽ പോയിട്ടില്ല, പിന്നല്ലേ ഭഗവത്ഗീത വായിക്കും. അപ്പോൾ കോരനോട് നമ്പൂതിരി പറഞ്ഞു, ഭഗവത്ഗീതയൊക്കെ വായിക്കണം, ഞാൻ കുറേശ്ശെയായിട്ട് നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുത്തൊരു ശ്ലോകം കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ഫലേഷു കഥാചനാണ്. അതിൻ്റെ അർത്ഥം കോരന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം നിനക്ക് കർമ്മം ചെയ്യാനല്ലാതെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് കളച്ചോ, വൈകുന്നേരം വരെ കളച്ചോ, ഞാൻ കൂലി തരില്ല. കാരണം കൂലി തരാൻ പാടില്ല, ഭഗവാൻ അതിന് അനുകൂല.